ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പോൾ ഇന്നൊരു റിവീലിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ വെച്ചിട്ട് കുറേ ദിവസമായി നമ്മളിപ്പം വീഡിയോസ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് കേട്ടോ. അപ്പം ഇനിയും അപ്ലോഡ് ചെയ്ത് ചെയ്യാണ്ടിങ്ങനെ നിൽക്കുന്നത് നമ്മളെ ചാനലിനെ ബാധിക്കും കേട്ടോ. അപ്പം നല്ല ദിവസമായി. അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് വീഡിയോസും അല്ലെങ്കിൽ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വാച്ച് അവേഴ്സും വാച്ച് ടൈമും ഒക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് നമ്മൾ ഇടാത്തതെന്നുള്ള കാര്യം അങ്ങ് നിങ്ങളോട് പറയാൻ വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പം അതെങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. കുറച്ചും കൂടി നേരത്തെ നമ്മൾ പറയേണ്ടതായിരുന്നു. പക്ഷെങ്കിൽ കുറച്ച് ഡിലേ ആയിപ്പോയി കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം കൂടുതൽ ഡിലേ ആയിപ്പോയി. അപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പം അതായിരുന്നു. അപ്പം അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. അപ്പം എൻ്റെ ഫാമിലീസിൽ ആൾക്കാർക്കറിയാം. എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഫാമിലി, പിന്നെ ജസ്റ്റ് നമ്മുടെ നെയ്ബേഴ്സിന് കുറച്ച് ആൾക്കാർക്കും അറിയാം കേട്ടോ. അല്ലാണ്ട് കുടുംബക്കാരോടും നമ്മൾ കൂടുതൽ ആൾക്കാരോടൊന്നും അങ്ങനെ പറഞ്ഞിട്ടോ ഇതാക്കിയിട്ടൊന്നുമില്ല. ചില ആൾക്കാർക്ക് നമ്മളെ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുമ്പം തിരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കാരണം നോമ്പിൻ്റെ ആ ഒരു ടൈമിൽ നമ്മൾ എടുത്തിരുന്ന ലാസ്റ്റത്തെ രണ്ടാമത്തെ ഷോർട്സ് മറ്റും ആ ഒരു വീഡിയോ കണ്ടപ്പം കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അതിൽ എൻ്റെ വയറ് അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാരെ മെസ്സേജ് അയക്കും ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് നമ്മൾ ആരോടും അങ്ങനെ കൂടുതലായിട്ട് പറയുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം മെയിനായിട്ട് പറയാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മളെ വ്യൂവേഴ്സിന് പറയാതിരിക്കുക, റിവീൽ ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ്. അപ്പം കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിലും ബേബീൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് അധികം കോംപ്ലിക്കേഷൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും എൻ്റെ ഫാമിലിയിലും ഇക്കാൻ്റെ ഫാമിലിയിലൊക്കെ അറിയുന്നത് കേട്ടോ. നമ്മൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഈ കാര്യം പറയുന്നത് തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ വഴി തന്നെയാണ് കേട്ടോ. അപ്പം കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടേഴ്സിനെ വേറെ കാണിക്കലും, പിന്നെ സ്കാനിങ് ആണെങ്കിലും കൽപ്പറ്റ വരിക, പിന്നെ നമ്മൾ മേപ്പാടിയിലേക്ക് തിരിച്ചു പോവുക, പിന്നെ അവിടുത്തെ ഡോക്ടറെ കാണിക്കുക, അങ്ങനെ കുറച്ചധികം കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ എല്ലാവരും സ്വാഭാവികമായിട്ടും കാണിച്ചതിന് ശേഷം നമ്മളോട് ചോദിക്കും എന്താണ് കാണിച്ചിട്ട് എന്തായി, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു യൂഷ്വൽ എപ്പോഴും നമ്മൾ സ്മൈൽ ചെയ്തിട്ട് നമ്മൾ എല്ലാ കാര്യം പറയുന്ന പോലെ തന്നെ പറയും, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, സീനും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഫുൾ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു മാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതുവരെയുള്ള മാസങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളൊരു സാഡ് മൂഡ് തന്നെയായിരുന്നു കേട്ടോ. പക്ഷെങ്കിൽ അത് നമ്മൾ പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. രാത്രിയായി ഞാൻ കരച്ചിൽ തുടങ്ങും, പിന്നെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വരുമ്പം ഫുള്ള് വണ്ടിയിൽ നിന്ന് കരച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ സിറ്റുവേഷൻസ് ഒക്കെ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരുന്നു നമ്മൾ റിവീൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോർമലായി വരട്ടെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെതാണെങ്കിലും ബേബീൻ്റെ ആണെങ്കിലൊക്കെ ഒക്കെ റെഡി ആയതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങളോട് പറയാതിരുന്നത്. ഇപ്പം അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ഒക്കെ നോർമലാണ് കേട്ടോ. സീനൊന്നുമില്ല. കോംപ്ലിക്കേഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പിന്നെയും കരയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിടുത്തം വിട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം പറയുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഞാനും ഇക്കൊക്കെ കൂടിയിട്ട് എടുക്കാനായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ട്. പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ ആൾക്കിപ്പം നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്ക് മീൻസ് ഷോപ്പിൽ വേറെ ആളും ഒന്നുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട്, വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് രാവിലെ പോയാൽ നൈറ്റാണ് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ വന്നാൽ പിന്നെ വീഡിയോ എടുക്കണം എന്ന് ഞാൻ പറയും. പക്ഷെങ്കിൽ അവരെ ടയർഡ്നെസ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പം ആളും പറയും. പക്ഷെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പം എടുക്കാന്നുള്ളതിലൊക്കെ എത്തും. പക്ഷെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആകുമ്പം പിന്നെ അങ്ങനെ വിട്ട് കളയാറാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഒരുമിച്ചിരുന്നിട്ട് ഉള്ള വീഡിയോസും കാര്യങ്ങളൊന്നും
എടുക്കാത്തതും. പിന്നെ ഈ ഒരു റിവീലിംഗ് വീഡിയോ അടക്കട്ടോ, നമ്മൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെയൊന്നും എടുക്കാനല്ല, പുറത്ത് പോയിട്ട് രണ്ടാളും ഒരുമിച്ച് ഇരുന്നിട്ട് നിങ്ങളോട് ഈ സർപ്രൈസ് കാര്യം പറയണം എന്നുള്ള രീതിയിലേക്കായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ എന്താ പറയുക, നടന്നില്ല. പക്ഷെ കുഴപ്പമില്ല, ഞാനായാലും മതിയല്ലോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ. അപ്പം ഇതിൻ്റെ നമ്മൾ കാണിച്ചതിൻ്റെ ഫസ്റ്റത്തെ കാണിക്കലിൻ്റെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അത് ഞാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ റിവീൽ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീഡിയോസിൻ്റെയും കാര്യത്തിൻ്റെ ക്ലിപ്സ് ഒക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പം അത് നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അപ്പം ഇതാ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു നമ്മൾ സ്കാനിങ്ങിന് പോവാണ് കേട്ടോ. അപ്പം ഡോക്ടറെ കാണിക്കുന്ന അന്നത്തെ ആ ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ നമ്മൾ റിവീൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ, അപ്ലോഡ് ചെയ്യണം വിചാരിച്ചിട്ട് തന്നെയായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സിറ്റുവേഷൻ മോശമായതുകൊണ്ട് തന്നെ നമ്മൾ പറയാതിരുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പം നമ്മൾ അടുത്തുള്ള വിംസിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ തന്നെയാണ് കാണിക്കുന്നത്. എൻ്റെ ഫസ്റ്റത്തെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ സെയിം ഡോക്ടർ തന്നെ ഫസ്റ്റത്തെ നോക്കി ആ ഒരു ഡോക്ടറിനെ തന്നെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അങ്ങനെ ഇതാ ഇച്ചുവൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബേസിൽ വീഡിയോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ആ ഒരു മാസങ്ങൾ എന്ന് പറയുന്നത് ഫുള്ള് വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഫുള്ളും ഛർദിയും സ്മെല്ലും കാര്യങ്ങളൊന്നും പറ്റൂല, ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ആദ്യത്തെ 4 മാസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഫസ്റ്റത്തേലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം രണ്ടാമത്തെ പ്രഗ്നൻസിയിലും ഇപ്പം സെയിം ആ ഒരു അനുഭവം തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്. നല്ല വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊന്നും അങ്ങനെ കഴിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഫസ്റ്റത്തെ ആ ഒരു ഇതിൽ നമുക്ക് വൊമിറ്റിങ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഭക്ഷണവും പറ്റൂല, പിന്നെ ഒരു ഫുഡിൻ്റെ സ്മെല്ലൊന്നും പറ്റൂല. അങ്ങനെ തന്നെ അതാ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്കാനിങ്ങിൻ്റെ അവിടെ. അപ്പം സ്കാനിങ്ങിനോട് ഞാൻ എനിക്കൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇച്ചു ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ, നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ ഓനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഓൻ കുറച്ച് നേരം നമ്മളടുത്ത് നിൽക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഓനിക്ക് എന്തെങ്കിലും സ്നാക്സോ മിഠായിയോ മറ്റോ മേടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കാരണം എന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റുന്ന സമയത്ത് ആൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ പിന്നെതാ ഞാൻ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയാനായിട്ടോ, കാരണം എന്നെ കയറ്റാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം രാവിലെ 7:30 വന്നിട്ട് തന്നെ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് 4ാമത്തെ ടോക്കൺ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. സ്കാനിങ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അൽഹംദുലില്ലാ കുഴപ്പമില്ല, ഇത്ര വീക്കൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഫസ്റ്റത്തെ സ്കാനിങ് എല്ലാവർക്കും അറിയാലോ, 1.5 മാസത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സ്കാനിങ്ങിൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇതാ മാനന്തവാടിക്കുള്ള ബസ്സൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അതിൽ കൂടിയല്ലേ പോവുക. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ ടൈമും കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് മേപ്പാടിയിൽ നിന്ന് നേരിട്ട് തന്നെ നമുക്ക് വണ്ടിയൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ നല്ല കാര്യമല്ലേ. അപ്പം അഥവാ ഇക്കാക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് ബസ്സിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നന്നായിരിക്കും. അപ്പം അതുകൊണ്ട് ജസ്റ്റ് നോക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലെ വന്നതാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവങ്ങളൊക്കെ. ഉച്ചയൊക്കെ ആയപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും അറിയാനുണ്ടാവും, പ്രഗ്നൻസിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ ഫുൾ കിടത്തൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ളതായിരുന്നു കേട്ടോ. ഫുള്ളും വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. 4 മാസത്തോളം എനിക്ക് 4 മാസം വരെ ഉണ്ടായിരുന്നു കേട്ടോ ഛർദി, പിന്നെ ഫുഡിൻ്റെ സ്മെല്ല് പറ്റായിക, തൂമിക്കുന്ന മണമാണെങ്കിലും കറി ചൂടാക്കുന്ന മണം, അതൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ആദ്യത്തെ മാസം നമ്മൾ അറിഞ്ഞ ആ ഒരു സമയം ഫസ്റ്റ് മന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അറിഞ്ഞപ്പം. അപ്പം കുഴപ്പമില്ല. പിന്നെ സെക്കൻഡ് മന്ത് ആയപ്പോഴത്തേക്കും പിന്നെ ഫസ്റ്റത്തെ പ്രഗ്നൻസി പോലെ തന്നെ ഇച്ചുവിൻ്റെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ
ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഞാൻ കുറേ ഇവിടെ എൻ്റെ വീട്ടിലേക്കൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. അപ്പം എല്ലാവർക്കും അനുഭവിച്ചവർക്ക് ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. കാരണം അത്രക്ക് ഇതായിരുന്നു. കാരണം വൊമിറ്റിങ്ങും കാര്യങ്ങളും പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റൂല. പിന്നെ വെയിറ്റ് നല്ലോണം കുറയാം. അപ്പോൾ ആദ്യത്തേനും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം പിന്നെ നല്ല ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ആ ഒരു ടൈമിലും ഞാൻ കുറേ വീഡിയോസൊക്കെ കുറേ ഇടാണ്ടൊക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളെന്നൊക്കെ ജസ്റ്റ് ഏതൊക്കെയോ വീഡിയോസിൽ അങ്ങനെ എന്തൊക്കെയോ മെൻഷൻ ചെയ്തതെന്നല്ലാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫേസ് ഒക്കെ കാണുമ്പം ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഫുള്ളും. കാരണം വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുൾ ക്ഷീണിച്ചിട്ടൊക്കെയല്ല ഉണ്ടാവുക. അപ്പം അങ്ങനെ ചിലവർ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഒന്നുമില്ല, അത് ചൂടിൻ്റെ ഒക്കെ കാരണം ഇപ്പോൾ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയാണ് പ്രഗ്നൻസിൻ്റെ ഫസ്റ്റ് ഇത്. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എത്തിയ സമയത്തായിരുന്നു പിന്നെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അപ്പോഴും നമുക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഇതൊക്കെ ഒന്ന് കുറച്ച് അടുത്ത ഇതിലും കൂടി നമുക്ക് സ്കാനിങ്ങിലൊക്കെ നോക്കാം എന്തൊക്കെയാണ് സംഭവം, അല്ലെങ്കിൽ നിന്റെ കാര്യം എന്തൊക്കെയാണ് എന്നുള്ളത് ഡോക്ടർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി എന്താക്കി വെയിറ്റ് ആക്കാന്ന് വിചാരിച്ചു നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. കാരണം കാര്യങ്ങളൊക്കെ നോർമൽ ആയാലാണ് നമുക്ക് പറയുമ്പോൾ ഒരു സന്തോഷം, അതുപോലെ തന്നെ ഒരു ഹാപ്പിനെസ്, ഉള്ളിലൊരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടാകുള്ളൂ. അപ്പം അതുകൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ റിവീൽ ചെയ്യാൻ തന്നെ. അപ്പം ഇപ്പം ലാസ്റ്റ് സെമസ്റ്ററിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനിയും ഡിലേ ആക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാനലിനെ ബാധിക്കും. ചാനലിലിപ്പം കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പം ഇപ്പം തന്നെ ഫുള്ളും ഡൗൺ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ അത് ഫസ്റ്റ് മുതൽ മുകളിലേക്ക് പൊന്തിച്ച് കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാനാട്ടോ ചെയ്യൽ. പിക്കാക്കും വലിയ പിടുത്തവും കാര്യങ്ങളൊന്നും ഇല്ല. ആളായിരുന്നു ഫസ്റ്റൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെങ്കിൽ ഇപ്പം ആളൊന്നും ചെയ്യാത്തതുകൊണ്ട് ആൾക്ക് കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്നും കൂടി ഒന്ന് ചെയ്ത് റെഡി ആക്കിയിട്ട് വരണം. അപ്പം ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കുമ്പോഴും ഏറ്റവും ഉറക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇന്നലെയോ മെഞ്ഞാന്നോ മറ്റോ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെങ്കിൽ ആള് കിടക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി വീഡിയോ എടുക്കുമ്പം ഓൻ എന്താക്കും, ഞാൻ ലൈറ്റ് ഇടുന്ന സമയത്ത് കറക്റ്റ് ഓൻ എണീറ്റ് വരും കേട്ടോ. അപ്പം അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ചും കൂടി ഡിലേ ആയത്. അപ്പം ഇന്ന് ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം മോൻ എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഓന് ഉറങ്ങിയ സമയത്തായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആളിതാ ഇപ്പം നല്ലോണം കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ട് നോക്കുക. പിന്നെ നമ്മൾ കുറേ ഷോർട്സും വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് നോക്കുമ്പോൾ മോന് നല്ല കരച്ചിലാണ്. അപ്പോൾ ഓക്കെ, ബൈ.